ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഞാൻ റീസെൻ്റ്ലി കണ്ട ഒരു തമിഴ് മൂവിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. സോ ടൂറിസ്റ്റ് ഫാമിലി എന്നാണ് ആ സിനിമയുടെ പേര്. സോ നമ്മളെ ആവേശം സിനിമയിൽ അഭിനയിച്ച മിഥുനൊക്കെ ഈ ഒരു സിനിമയിൽ ഒരു മെയിൻ ക്യാരക്ടറിനെ ചെയ്യുന്നുണ്ട്. നമ്മളെ ശശികുമാർ സാറാണ് ഡയറക്ടർ പ്ലസ് ആക്ടർ. പക്ഷേ ഈ സിനിമയിൽ അദ്ദേഹം ആക്ടറായിട്ടാണ്, ഹീറോ ആയിട്ടാണ്, മെയിൻ ലീഡ് റോൾ ആയിട്ടാണ് നമ്മളെ സിമ്രൻ അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. സോ ഓൾമോസ്റ്റ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ട് ഇപ്പോൾ 1 മന്ത്, ഏകദേശം 1 മന്ത് ആവാനായി. കാരണം മെയ് 1 ഈ സിനിമ തിയേറ്ററിൽ റിലീസ് ആവുന്നത്. സോ ഈ സിനിമ വരുമ്പോൾ വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും തന്നെ ഇല്ല. കാരണം ഇതൊരു സാധാരണ ഒരു ചെറിയ പടമായി വന്ന് വലിയ അധികം ആളുകളൊന്നും അറിയാതെ അങ്ങനെ പോകുന്നതാണ് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർക്ക് എന്താ പറയുക വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷേ ആരും പ്രതീക്ഷിക്കാത്ത ഒരു റെസ്പോൺസാണ് ഈ ഒരു സിനിമയ്ക്ക് ഇപ്പോൾ ഈ ഒരു നിമിഷം വരെ തിയേറ്ററിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാനിപ്പോൾ ഈ സിനിമ കാണുന്നത് തിങ്കളാഴ്ച നൈറ്റ് ഷോ ആണ് ഞാൻ സിനിമ കാണാൻ പോകുന്നത്. സോ ആ ഒരു ഷോ ഹൗസ്ഫുള്ളായിരുന്നു ഈ ഒരു സിനിമയ്ക്ക്. അത്യാവശ്യം വലിയൊരു തിയേറ്റർ തന്നെയാണ്. നമ്മൾ VR മാളിൽ വെച്ചിട്ടാണ് ഈ സിനിമ ഞാൻ കാണുന്നത്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു സിനിമ കാണുന്നത്. സോ ഒരു അടിപൊളി ഒരു കോമഡി എന്താ പറയുക സിനിമ എന്ന് നമുക്ക് പറയാം. കുറച്ചൊക്കെ ചിന്തിക്കാനുണ്ടെങ്കിലും പക്ഷേ നമ്മൾ ഒട്ടും വിചാരിക്കാത്തൊരു ആ പ്ലോട്ട് അടിപൊളിയായിട്ട് നമുക്ക് എവിടെയും തന്നെ നമ്മളെ ഒന്ന് ബോറടിപ്പിക്കുമോ അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും തന്നെ ആ ഒരു സിനിമയില്ല. അത് എസ്പെഷ്യലി ശശികുമാർ സാറിൻ്റെ സെക്കൻഡ് ഷൈൻ, ചെറിയ മോനായി അഭിനയിച്ച ആ ചെക്കൻ, പുള്ളി അടിപൊളിയാണ്. കാരണം പുള്ളി ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക വലിയ രീതിയിൽ ആ സിനിമയിൽ സ്കോർ ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതുവരെ മാക്സിമം എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പക്ഷേ കേരളത്തിൽ ഈ സിനിമ എത്രത്തോളം പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ടെന്നുള്ളൊരു എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷേ ആരെങ്കിലും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇനി തിയേറ്ററിൽ പോയി കാണാൻ ഒരു അവസരം ലഭിച്ചില്ലെങ്കിൽ പോലും ഇനി ഫ്യൂച്ചറിൽ ഇത് മേ ബി നെക്സ്റ്റ് മന്തൊക്കെ ആയിട്ട് ചിലപ്പോൾ OTT-ലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അപ്പോൾ ഈ സിനിമ തീർച്ചയായും നിങ്ങൾ മിസ്സാക്കരുത് എന്നുള്ളൊരു കാര്യം മാത്രമാണ് എനിക്ക് പറയാവുന്നത്. കാരണം ഫസ്റ്റ് ഹാഫ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ സിനിമ കയറിയിരുന്ന് ഫസ്റ്റ് ഹാഫ് ഞങ്ങൾ കഴിഞ്ഞത് അറിഞ്ഞില്ല. കാരണം വളരെ സ്പീഡിൽ എന്താ പറയുക ഫസ്റ്റ് ഹാഫിലേക്ക് എത്തിയതുപോലെ പെട്ടെന്ന് തന്നെ ഫസ്റ്റ് ഹാഫിലേക്ക് എത്തിയതുപോലെ നമുക്ക് തോന്നി. കാരണം അത്രയ്ക്കും നമ്മൾ ബോറടിപ്പിക്കാതെ പിടിച്ചിരുത്തിയ ഒരു സിനിമയായിരുന്നു. സോ എല്ലാവർക്കും ഇതൊരു ഫീൽ ഉണ്ടാവണമെന്നില്ല. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. എനിക്ക് വലിയ രീതിയിൽ ഒട്ടും എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ പോയിരുന്ന സിനിമയായിരുന്നു ടൂറിസ്റ്റ് ഫാമിലി. കാരണം ഞാൻ ഒരുപാട് മീംസും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള റീൽസൊക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു. സോ എന്തായാലും ഈ ഒരു സിനിമ കാണണം. യൂഷ്വലി ഞാൻ വിജയ് സാറിൻ്റെ സിനിമയൊക്കെയാണ്, ഞാൻ വിജയ് ഫാൻ ആയതുകൊണ്ട് തിയേറ്ററിൽ കൂടുതലും പോയി കാണുന്നത് വിജയ് ഫിലിംസും അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ കൂടുതൽ. പക്ഷേ ഇങ്ങനെ ശശികുമാറിൻ്റെ ഒരു സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കാണുന്നത് ആദ്യമായിട്ടാണ്. അതൊരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ തന്നെയാണ് ഞാൻ പോയി കാണുന്നത്. പിന്നെ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന പ്രതീക്ഷ. കാരണം ഓൾമോസ്റ്റ് ഒരു 1 മന്ത് ആയല്ലോ സിനിമ റിലീസ് ആയതിന് ശേഷം. സോ പക്ഷേ ഹൗസ്ഫുള്ളായിരുന്നു സിനിമ. ഇപ്പോഴും നല്ല ക്രൗഡ് തന്നെയാണ്, നല്ല റെസ്പോൺസ് തന്നെയാണ് തിയേറ്ററിൽ. ആൾക്കാരൊക്കെ നല്ല എൻജോയ് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റ്സ് നമുക്ക് ആ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. സോ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഈ സിനിമ കണ്ടിട്ടുണ്ടോ, നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ ഈ വീഡിയോയിൽ പറയണം. കാണാത്തവർ തീർച്ചയായും എന്താ പറയുക തിയേറ്ററിൽ ഇപ്പം കേരളത്തിൽ ഈ സിനിമ ഇപ്പോൾ ഓടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഓൾമോസ്റ്റ് 1 മന്ത് ആയതുകൊണ്ട് തന്നെ പിന്നെ നല്ല നല്ല മലയാളം മൂവീസും അപ്പോൾ നാട്ടിലൊക്കെ റിലീസായി. നരിവേട്ട, ഡിറ്റക്റ്റീവ് ജ്വല, അങ്ങനെ ഒരുപാട് നല്ല മൂവീസ് നാട്ടിലിപ്പോൾ റിലീസായിട്ടുണ്ട്. സോ എത്ര പേര് ഈ സിനിമ ഇപ്പോൾ സ്റ്റിൽ റണ്ണിങ് ആണോ എന്ന് അറിയില്ല. അങ്ങനെ ഒരു OTT-ലൊക്കെ റിലീസാകുമ്പോൾ കാണാത്തവർ തീർച്ചയായും ഒന്ന് കാണുക. അല്ല കണ്ടവരെന്തായാലും നിങ്ങൾ ആ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണം. ഒരു ചെറിയ വീഡിയോ ആണ്, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.